ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് താമരയുടെ ഡോർമെൻസി പീരീഡിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഈ തണുപ്പ് സമയമാകുമ്പോൾ താമരകളൊന്നും പൂക്കുന്നില്ല. ഒരുപാട് കൂട്ടുകാർ ഈ സമയത്തൊക്കെ ട്യൂബറൊക്കെ വാങ്ങി വെച്ചിട്ട് ഇലകളൊന്നും വരാതെ അഥവാ വന്ന ഇലകളൊക്കെ അഴുകി പോവുകയും പൂക്കാതിരിക്കുകയും ചെയ്യുന്നു, വളരുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നുണ്ട്. അപ്പോൾ അത് എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഒരു താമരയുടെ യഥാർത്ഥ വളർച്ച തുടങ്ങുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ്. ആ മാസങ്ങളിൽ നമ്മൾ ഒരു താമര നടുകയാണെങ്കിൽ, അതായത് ഒരു താമരയോ ട്യൂബറോ റണ്ണറോ നടുകയാണെങ്കിൽ ഈ സമയത്ത് നടുന്ന താമരകൾ തീർച്ചയായിട്ടും വളരും. വളർന്നതിന് ശേഷം അതിൻ്റെ ഇലകൾ ഫ്ലോട്ടിംഗ് ലീഫ് വരും, അതിനുശേഷം ഏരിയൽ ലീഫ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ലീഫ് വരും, അതിനുശേഷം ബഡ് വരും, അതിനുശേഷം ഫ്ലവർ ഉണ്ടാകും. ഇങ്ങനെയാണ് താമരയുടെ ജീവിതചക്രം. അപ്പോൾ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ താമര പൂവിടുന്നത്. നല്ല ചൂടുള്ള ആ സമയത്താണ് താമര ഒരുപാട് പുഷ്പിക്കുന്നത്. അത് കഴിഞ്ഞ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഈ മാസങ്ങളിൽ താമര അതിൻ്റെ ഡോർമെൻസിയിലോട്ട് പോവുകയാണ്, അല്ലെങ്കിൽ താമര ഉറങ്ങുന്ന സമയമെന്ന് പറയാം വേണമെങ്കിൽ. ആ സമയത്ത് അതിനെ ശല്യപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല. ആ സമയത്ത് അതിന് പുഷ്പിക്കാൻ ഉള്ള കഴിവ് ഇല്ല. അത് ഉറക്കത്തിലോട്ട് പോകുന്ന സമയം, അല്ലെങ്കിൽ ഡോർമെൻസി എന്ന പീരീഡാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ആൾക്കാർ പൂക്കുന്നില്ല എന്ന് പറഞ്ഞ് വളങ്ങളൊക്കെ വാരി വിതറേണ്ട ഒരു കാര്യവുമില്ല. കാരണം അങ്ങനെ കൊടുക്കാൻ പാടില്ല. അതിൻ്റെ വിശ്രമ സമയമാണ് താമരയുടെ എന്ന് വേണമെങ്കിൽ പറയാം. വീണ്ടും ഒരു ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലേക്ക് ഒരു പുതിയ ഒരു ജീവിതം പോലെ അത് വീണ്ടും ഇലകൾ വരികയും മൊട്ടുകൾ വരികയും പൂക്കുകയും ചെയ്യുകയാണ് താമരയുടെ ജീവിതചക്രം. പക്ഷേ നമ്മുടെ കാലാവസ്ഥയിൽ ഈ താമരകൾ എപ്പോഴും പൂക്കുന്നതായി കാണുന്നുണ്ട്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഈ നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും ചൂട് കൂടിയ സമയം കൂടുതലാണ്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഈ ഹൈബ്രിഡ് താമരകൾ പൂക്കുന്നത്. അപ്പോൾ ചില താമരകൾ മാത്രമേ ഈ ഡോർമെൻസി പീരീഡിലോട്ട് പോകുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കൂടുതൽ താമരകളും ഈ കാലാവസ്ഥയിലും പൂക്കുന്നുണ്ട്. എന്നിരുന്നാലും കുറച്ച് താമരകൾ പൂക്കാതെ ഇരിക്കുന്നുമുണ്ട്. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് എന്ത് ചെയ്യണം, വളമിടണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും വേണ്ട, താമരയെ അതിൻ്റെ പാട്ടിന് വിട്ടേക്കുക. ഈ ഒരു 2 മാസം അല്ലെങ്കിൽ നവംബർ, ഡിസംബർ മാസങ്ങളിലേക്ക് നമുക്ക് പുതിയ താമരകൾ നടാൻ വേണ്ടി തയ്യാറെടുക്കാം. അതിനുവേണ്ടി നമുക്ക് പുതിയ പോട്ടിംഗ് മിശ്രിതമൊക്കെ നിറച്ച് പുതിയ ചട്ടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരിയോടുകൂടി നമുക്ക് പുതിയ താമരകൾ നടാൻ പറ്റും. ആ സമയത്ത് തന്നെ ഈ താമരകളിലെല്ലാം നല്ല ട്യൂബറൊക്കെ വന്ന് ഇരിപ്പുണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് പുതിയ ഒരു ചെടികളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ട്യൂബർ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ചിലപ്പോൾ ട്യൂബർ കിട്ടിയെന്ന് വരില്ല. കാരണം ട്രോപ്പിക്കൽ ഹാർഡി വിഭാഗത്തിൽപ്പെടുന്ന ചില താമരകൾക്ക് ട്യൂബർ ഉണ്ടാകാറില്ല, റണ്ണർ മാത്രമേ ഉണ്ടാകാറുള്ളൂ. ആ റണ്ണർ നമുക്ക് എടുത്ത് നടാം. അങ്ങനെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. എല്ലാത്തിനും ട്യൂബർ വരണമെന്നില്ല. അപ്പോൾ പുതിയ ട്രോപ്പിക്കൽ വെറൈറ്റികളിൽ, പുതിയ ഹാർഡി ട്രോപ്പിക്കൽ വെറൈറ്റികളിൽ അങ്ങനെ മിക്സഡാണ്, അത് വരാറില്ല. പിന്നെ വേറൊന്നുള്ളത്, നമ്മൾ ഈ അസോളയൊക്കെ ഇടുമ്പോൾ അസോള ഒരുപാട് നിറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്തോട്ട് സൂര്യപ്രകാശം ചെല്ലുകയില്ല. അപ്പോൾ നല്ല തണുപ്പായിരിക്കും താമരയ്ക്ക് കിട്ടുന്നത്, ചൂട് കുറയും. ആ സമയത്ത് താമര തന്നെ വിചാരിക്കും ഡോർമെൻസി പീരീഡ് ആയോ എന്ന് കരുതി അത് ഉറക്കത്തിലേക്ക് പോകും. അപ്പോഴും പൂക്കാതിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ ചൂട് സമയത്ത്. അപ്പോൾ നമുക്ക് അങ്ങനെ കൂടുതൽ അസോളയോ അങ്ങനെയുള്ള ഇതൊന്നും ഇടാതെ കുറച്ച് മാത്രം ഇടുക. അത് കൂടുമ്പോൾ അത് അപ്പോൾ തന്നെ വാരി മാറ്റുക എന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ താമര എന്നും പൂക്കുന്നതാണ്. അല്ലെങ്കിൽ താമര വെയിലൊന്നും കിട്ടാതെ വരുമ്പോൾ അത് ഡോർമെൻസി സ്റ്റേജിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് ഉണങ്ങിപ്പോകുന്ന സമയമാണ് ഈ ഡോർമെൻസി പീരീഡ്. ആ സമയത്ത് ഇലകളൊക്കെ വെട്ടി നിർത്തുകയാണെങ്കിൽ കൂടുതൽ എനർജി കിട്ടുകയും കിഴങ്ങുകൾ നല്ല രീതിയിൽ, അതായത് താമരയുടെ ട്യൂബറൊക്കെ നല്ല വലുപ്പം വയ്ക്കുകയും ചെയ്യും. നല്ല കൂടുതൽ ഇലകളൊന്നും നിർത്താതെ അതൊക്കെ വെട്ടി നിർത്തി നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ട്യൂബറുകളൊക്കെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.